ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം തുടർച്ചയായ 3 വിജയങ്ങളുമായി കുതിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസും ആദ്യത്തെ 2 മത്സരം തോറ്റെങ്കിലും പിന്നീട് വിജയവഴിയിലേക്ക് തിരിച്ചെത്തി തുടർച്ചയായ 2 വിജയം സ്വന്തമാക്കിയ രാജസ്ഥാൻ റോയൽസുമാണ് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നത്. നമുക്കാദ്യം ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് പോവാം. പഞ്ചാബ് കിങ്സിനെതിരായ ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം വളരെ മികച്ച രീതിയിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ മത്സരം നോക്കിയാലും വളരെ വലിയ മാർജിനിലൊന്നുമല്ല, ഒരു 11 റൺസിന് മാത്രമാണ് അവർ പഞ്ചാബ് കിങ്സിനോട് പരാജയപ്പെട്ടത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗിന്റെ കാര്യം നോക്കിയാൽ അവരൊരു ടോപ്പ് ഹെവി യൂണിറ്റ് ആണെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ട്ലർ ഇവർ 3 പേരുമാണ് അവരുടെ ബാറ്റിംഗിന്റെ നെടുന്തൂണുകൾ. കണക്കുകൾ പരിശോധിച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിൽ സ്കോർ ചെയ്തിരിക്കുന്ന റണ്ണുകളുടെ 70% നേടിയിരിക്കുന്നത് ഇവർ 3 പേരുമാണ്. അത്രയ്ക്ക് കൺസിസ്റ്റന്റ് ആണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടോപ്പ് ഓർഡർ. ഇനി അവരുടെ മിഡിൽ ഓർഡറിലേക്ക് നോക്കിയാൽ ഇപ്പോൾ ടോപ്പ് ഓർഡറിലെ പോലെ അത്ര ഒരു ഹെവി മിഡിൽ ഓർഡർ അല്ല ഇവർക്കുള്ളത്. ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അത്ര എക്സ്പീരിയൻസ്ഡും അത് മാത്രമല്ല അത്ര ഒരു പെർഫോമൻസ്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പേരുകൾ ഗില്ല്, സുദർശൻ, ബട്ട്ലർ ഇവർ 3 പേരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഒരു അവരോട് ഒത്തു നിൽക്കാൻ പറ്റുന്ന ഒരു മിഡിൽ ഓർഡർ അല്ല ഇവരുടേത്, കുറച്ച് വീക്കാണ്. ഇത് നമ്മൾ ടീം റിവ്യൂ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറമേ വീക്ക് എന്ന് തോന്നിയാലും അവരുടെ താരങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് എങ്ങനെ എടുക്കണം എന്നറിയാവുന്ന ഒരു ടീം മാനേജ്മെന്റ് ആണ് ഗുജറാത്ത് ടൈറ്റൻസ്. ഇപ്പോൾ 2022 അവർ കപ്പ് നേടിയ സമയത്തും പറയത്തക്ക ഹെവി താരങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള താരങ്ങളുടെ ബെസ്റ്റ് ഔട്ട്പുട്ട് അവരെടുക്കുകയും അവർ കപ്പടിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അതുകൊണ്ട് തന്നെ ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും ചിലപ്പോൾ അവരുടേതായ ദിവസങ്ങളിൽ ഈ മിഡിൽ ഓർഡറും കളിച്ചു എന്ന് വരാം. എന്നിരുന്നാലും നമ്മൾ ഈ ടോപ്പ് ഓർഡറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്പം വീക്കാണ് മിഡിൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഷാരൂഖ് ഖാൻ ആയാലും രാഹുൽ തെവാത്തി ആയാലും ഇപ്പോൾ പിന്നെ ഷർഫൈൻ റുദർഫോർഡ് ആയാലും അങ്ങനെ കുറച്ച് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് ഇവർ. ഗുജറാത്ത് ടൈറ്റൻസിനെ സമ്മർദ്ദത്തിലാക്കണമെങ്കിൽ അവരുടെ ടോപ്പ് 3 വിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് നേടണം. അതിലൊരു പരിധി വരെ കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സ് വിജയിച്ചതുമാണ്. അതായത് സായി സുദർശനെയും ജോസ് ബട്ട്ലറിനെയും വളരെ സിംഗിൾ ഡിജിറ്റ് സ്കോറിൽ അവർ പുറത്താക്കി. അപ്പോഴാണ് ഔട്ട് ഓഫ് സിലബസിൽ വാഷിംഗ്ടൺ സുന്ദറിന്റെ വരവ്. സുന്ദറിനെ അതുവരെ ഒരു മത്സരങ്ങളിൽ അവർ കളിപ്പിച്ചിരുന്നില്ല. പക്ഷെ ആ മത്സരത്തിൽ സുന്ദറിനെ അവർ ടീമിലിട്ടു. സുന്ദർ 4-മനായിട്ട് വന്നിട്ട് വളരെ അറ്റാക്കിംഗ് രീതിയിലാണ് സുന്ദർ കളിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് സൺറൈസേഴ്സ് പോലും ഒരു അത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല. എക്സാമിന് ഒരു ഔട്ട് ഓഫ് ദി സിലബസ് ടോപ്പിക്ക് വരുന്നത് പോലെ ആയിരുന്നു ആ വാഷിംഗ്ടൺ സുന്ദറിന്റെ പെർഫോമൻസ്. പിന്നെ ശുഭ്മാൻ ഗില്ലും കൂടി കത്തി കയറിയതോടെ ആ മത്സരം അവർ അനായാസം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പറയുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നമ്പർ 4 ഇറങ്ങി അത്രയും മികച്ച ഒരു പ്രകടനം, അതും ആ ഒരു സമ്മർദ്ദത്തിൽ അവരുടെ ഏറ്റവും മികച്ച പെർഫോമേഴ്സിൽ 2 പേര് പുറത്തായിരിക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കില്ല. അത് തന്നെയാണ് ഈ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു മാജിക്കും എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബോളിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല ഫോമിലാണ്. ഇപ്പോൾ അവരുടെ ടീമിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൺ ലീക്ക് ചെയ്യുന്നത് നമ്മൾ അവരുടെ ഏറ്റവും മികച്ച ബോളർ എന്ന് വിലയിരുത്തപ്പെടുന്ന റഷീദ് ഖാനാണ്. റഷീദ് ഖാന്റെ കാര്യം അറിയാം, ഒരു വേൾഡ് ക്ലാസ് ബോളറാണ്. എറൗണ്ട് ദ ഗ്ലോബ് T20 ലീഗുകളിലെല്ലാം മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഏകദേശം 600 മുകളിൽ T20 വിക്കറ്റ്സ് ഉള്ള ഒരു പ്ലെയറാണ് റഷീദ് ഖാൻ. പക്ഷേ ആ ഇഞ്ചുറിക്ക് ശേഷം ഒരു പഴയ എഫക്റ്റീവ്നെസ് നമ്മുടെ റഷീദിന് കിട്ടുന്നില്ല. അത് സത്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലായാലും ഈ സീസണിൽ ഇതുവരെ ആയാലും അതിന് മുമ്പുള്ള റഷീദ് ഖാന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കിട്ടുന്നില്ല. എന്നാൽ ആ ഒരു മെയിൻ പ്ലെയറിന്റെ ആ ഒരു ഫോമില്ലായ്മ അവരെ സത്യത്തിൽ പിന്നോട്ട് വലിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതിനൊരു കാരണം എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലെ സായി കിഷോറിന്റെ മികച്ച ഫോമാണ്. ഇനിയിപ്പോൾ പഞ്ചാബ് കിങ്സ് 243 അടിച്ച മത്സരത്തിലായാലും അതിനുശേഷം നടന്ന മത്സരങ്ങളിലെല്ലാം ഇക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യാനും വിക്കറ്റ് എടുക്കാനും സായി കിഷോറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സായി കിഷോർ നിലനിർത്തുന്ന ആ ഒരു ഫോമാണ് റഷീദ് ഖാന്റെ ഫോം ഇവരെ ബാധിക്കാതെ പോകാനുള്ള കാരണം. അത് കഴിഞ്ഞ് ഇവരുടെ പേസ് ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കഗിസോർബാദ ആയിരുന്നു അവരുടെ പ്രീമിയം സ്ട്രൈക്ക് ബോളർ. പക്ഷേ ഒരു പേഴ്സണൽ റീസൺസ് കാരണം പോയി. തിരികെ എന്ന് ജോയിൻ ചെയ്യുമെന്ന് അറിയില്ല. റബാദ ഇല്ലെങ്കിലും പേസ് ബോളിംഗ് മികച്ച ഫോമിലാണ്. സിറാജും പ്രസീദും വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്യുന്നത്. സിറാജ് ബാറ്റിങ്ങിനെ തുടങ്ങുന്ന ചിന്നസ്വാമി പിച്ചിലായാലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരായാലും ഈ തീ തുപ്പുക എന്നൊക്കെ പറയില്ല, അത്രയും മികച്ച രീതിയിലാണ് സിറാജ് ബോൾ ചെയ്തത്. പ്രസീദ് ആയാലും ഒരു ഹാർഡ് ലെങ്തിൽ ഹിറ്റ് ചെയ്തിട്ട് പിച്ചിൽ നിന്ന് ചെറിയൊരു പിന്തുണ കിട്ടിയാൽ തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് പ്രസീദും ബോൾ ചെയ്യുന്നത്. പിന്നെ ടീമിലുള്ളൊരു പേസ് ബോളർ എന്ന് പറയുന്നത് വെറ്ററൻ താരമായ ഇഷാന്ത് ശർമ്മയാണ്. ഇഷാന്ത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് അടികൊണ്ട് അവസാന ഓവറുകളിൽ കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് അടികൊണ്ടു. പക്ഷെ അതിന് മുമ്പത്തെ മത്സരത്തിൽ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിറാജ് ആയാലും പ്രസീദ് ആയാലും സായി കിഷോർ ആയാലും നല്ല ഫോമിലാണ്. ഇനിയിപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിൽ പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും ബോൾ ചെയ്യാൻ കഴിവുള്ള താരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇവരുടെ ബാറ്റിങ്ങിനേക്കാൾ ഒന്നുകൂടി ഇഷ്ടം ബോളിംഗ് ആണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് GT എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് അവർ നേടിയ 3 വിജയങ്ങൾ അതിനുള്ള തെളിവാണ്. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സീസണിന്റെ തുടക്കത്തിൽ അത്ര ശുഭകരമായിരുന്നില്ല കാര്യങ്ങൾ. ഇപ്പോൾ ഇവരുടെ ഓപ്ഷൻ സ്ട്രാറ്റജി അല്ല, റിട്ടൻഷൻ സ്ട്രാറ്റജി കൊണ്ട് കുറച്ച് വിമർശനങ്ങൾ കേട്ട ടീമാണ്. കാരണം ബട്ട്ലറിനെ അവർ നിർത്തിയില്ല, ബോൾട്ടിനെ വിട്ടുകൊടുത്തു, ചഹലിനെ വിട്ടുകൊടുത്തു. അങ്ങനെയുള്ള അവരുടെ കഴിഞ്ഞ സീസണിലെ പ്രീമിയം പ്ലേയേഴ്സിനെ വിട്ടുകൊടുത്തത് കൊണ്ട് തന്നെ അവർ കുറച്ച് പഴി കേട്ട ടീമാണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിലായാലും ആ ഒരു ഫോം, കഴിഞ്ഞ സീസണിൽ അവർ ആദ്യ മത്സരങ്ങളിൽ കളിച്ച ആ ഒരു ഫോം
അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി. പിന്നെ സഞ്ജു സാംസൺ പരിക്ക് കാരണം ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കളിച്ചത്. അപ്പോൾ ക്യാപ്റ്റൻസി റിയാൻ പരാഗ് ആണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ തുടക്കത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പ്രീമിയം ബൗളറായ നമ്മുടെ ജോഫ്ര ആർച്ചർ ആദ്യത്തെ മത്സരത്തിൽ IPL സർവ്വകാല റെക്കോർഡ് അത്രയും റൺസാണ് പുള്ളി വിട്ടുകൊടുത്തത്. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിലും ജോഫ്ര ആർച്ചർ എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നീട് അവരുടെ സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും ആദ്യ മത്സരങ്ങളിൽ ഫോം ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ജയ്സ്വാളും ഫോം ഔട്ട് ആയിരുന്നു. സഞ്ജു 50 അടിച്ചെങ്കിലും ജയ്സ്വാൾ ഫോം ഔട്ട് ആയിരുന്നു. പിന്നെ ആദ്യ മത്സരത്തിൽ ധ്രുവ് ജുറൽ നന്നായിട്ട് കളിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇൻകൺസിസ്റ്റന്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു ടീം, മറ്റേ നമ്മുടെ ഗുജറാത്തിന്റെ കാര്യം പറയുന്ന പോലെ ഒരു വെൽ ഓൾഡ് ടീമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടില്ല. ആദ്യ മത്സരത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വാൾ ഫോം ഔട്ട് ആണ്, സഞ്ജു കളിച്ചു, നിതീഷ് റാണ വലുതായിട്ട് കളിച്ചില്ല, റിയാൻ പരാഗ് ജസ്റ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ ധ്രുവ് ജുറേലും നമ്മുടെ ശുഭം ദുബെയും ആദ്യ മത്സരങ്ങളിൽ കളിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1-2 പേർ അവിടെ ഇവിടെയും കളിക്കും എന്നുള്ള രീതിയിലാണ് രാജസ്ഥാൻ കളിച്ചത്. രണ്ടാമത്തെ മത്സരത്തിലും അവർക്ക് തോൽവി തന്നെയായിരുന്നു ഫലം. എന്നാൽ മൂന്നാമത്തെ മത്സരത്തിൽ CSKക്കെതിരെ വന്നപ്പോഴേക്കും നമ്മുടെ വൺ ഡൗൺ ഇറങ്ങിയ നിതീഷ് റാണ വളരെ മികച്ച രീതിയിൽ കളിച്ചു. അതുകൂടാതെ ജോഫ്ര ആർച്ചർ ഫോമിലേക്ക് വന്നു തുടങ്ങി. അതായത് ജോഫ്ര ആർച്ചർ തൻ്റെ ബെസ്റ്റിലല്ലെങ്കിലും ഫോമിലേക്ക് വന്നു തുടങ്ങി. അതുപോലെ സ്പിൻ ബൗളേഴ്സ് നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ ഹസ്രംഗയും തീക്ഷ്ണയും ചേർന്ന ആ ഒരു കോമ്പിനേഷൻ പതുക്കെ രൂപപ്പെട്ട് വരാൻ തുടങ്ങി. ബാക്കിയുള്ള റിയാൻ പരാഗ് ആയാലും ധ്രുവ് ജുറൽ ആയാലും അവരുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് തന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും പതിയെ ഇവർ ഫോമിലോട്ട് വന്നു. ആ മത്സരം അവർ വിജയിക്കുകയും ചെയ്തു. പിന്നെ പഞ്ചാബിനെതിരെ അടുത്ത മത്സരത്തിലേക്ക് വന്നപ്പോൾ അവർ ഒന്നുകൂടി ശക്തി ആർജിച്ചു. അതായത് സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് തിരികെ എത്തി. അതിൻ്റെ ആ ഒരു മികവ് അവരുടെ ഫീൽഡിൽ കാണാനുണ്ടായിരുന്നു. സഞ്ജു പ്രോപ്പറായിട്ടാണ് ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത് വളരെ മികച്ച രീതിയിലാണ് തൻ്റെ ടീമിനെ ലീഡ് ചെയ്തത്. അത് നമുക്ക് അവരുടെ ബോളിങ്ങിൽ നമുക്ക് എവിഡൻ്റ് ആയിരുന്നു സഞ്ജുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ബാറ്റിങ്ങിൽ പതുക്കെയാണെങ്കിലും നമ്മുടെ ജയ്സ്വാൾ ഫോമിലേക്ക് വന്നു. ജയ്സ്വാൾ ഒരു 50 അടിച്ചു. അത് കഴിഞ്ഞിട്ട് റിയാൻ പരാഗ് തുടക്കം സ്ട്രഗിൾ ചെയ്തെങ്കിലും അവസാനം പെട്ടെന്ന് ആ ഗിയർ മാറ്റിയിട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ വളരെ മികച്ച രീതിയിൽ അവസാനം ബാറ്റ് ചെയ്യാൻ നമ്മുടെ റിയാൻ പരാഗിന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും മുള്ളൻപൂരിൽ ആദ്യമായിട്ട് 200 സ്കോർ ചെയ്യുന്ന ടീമായിട്ട് രാജസ്ഥാൻ മാറി. തിരിച്ച് ബോൾ ചെയ്തപ്പോൾ ജോഫ്ര ആർച്ചർ വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. അതായത് ബ്രീത്തിങ് ഫയർ എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ജോഫ്ര ആർച്ചർ. അപ്പോൾ ആദ്യം ഒരു ഓവറിൽ തന്നെ നമ്മുടെ പ്രിയാൻ ഷാരിയുടെ, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മളിപ്പോൾ ചെന്നൈക്ക് വരെ സെഞ്ചുറി അടിച്ച പ്രിയാൻ ഷാരിയുടെ ആയാലും അവരുടെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നവരുടെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ആയാലും വിക്കറ്റ് ഒറ്റ ഓവറിൽ വീഴ്ത്തി തന്നെ കളി നമ്മുടെ ജോഫ്ര ആർച്ചർ തിരിച്ചു. പിന്നീട് അവരുടെ സ്പിൻ ബോളേഴ്സ് ഹസരംഗ ആയാലും തീക്ഷ്ണ ആയാലും വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തു. പിന്നെ സന്ദീപ് ശർമ്മ എന്ന് പറയുന്നത് അവർക്ക് എവർ ഡിപ്പെൻഡബിൾ പ്ലെയർ ആണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ ബോളിങ്ങും ആ ഒരു ഫോമിലേക്ക് ഉയരുന്നു. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ സഞ്ജു സാംസന്റെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ബാറ്റിംഗിലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ ടീം പതുക്കെ എല്ലാവരും ഫോമിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ കണ്ടത്. അപ്പോൾ ആദ്യത്തെ 2 പരാജയങ്ങൾക്ക് ശേഷം തുടർച്ചയായിട്ട് 2 വിജയങ്ങളായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്ക് ഈ ടീം നമ്മുടെ രാജസ്ഥാനും പതുക്കെ ഫോമിലേക്ക് ഉയർന്നു. ഇന്നത്തെ ഒരു ക്ലാഷിനെ ഏറ്റവും കൂടുതൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതും ഇവരുടെ ഒരു റീസെന്റ് പെർഫോമൻസ് തന്നെയാണ്. ഗുജറാത്ത് ആണെങ്കിൽ അടുപ്പിച്ച് 3 കളി ജയിച്ചു വരുന്നു, രാജസ്ഥാൻ ആണെങ്കിൽ അടുപ്പിച്ച് 2 കളി ജയിച്ചു വരുന്നു. ഇപ്പോൾ ഗുജറാത്തിനെ അപേക്ഷിച്ച് രാജസ്ഥാന് കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. രാജസ്ഥാനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒരുവിധം അവർ സോൾവ് ചെയ്ത് ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മത്സരം 2 ടീമുകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് രാജസ്ഥാൻ ഈ മത്സരം ജയിക്കാൻ കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ ഗുജറാത്തിന്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ എത്താം. അതായത് ഈ മത്സരം രാജസ്ഥാൻ ജയിച്ചാൽ 2 ടീമുകളും 5-ൽ 3 വിജയമാവും. അപ്പോൾ അതുകൊണ്ട് രാജസ്ഥാന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ടോപ്പ് 4ലേക്ക് കുതിക്കാൻ പറ്റിയൊരു മത്സരമാണ്. ഇനി ഈ മത്സരം രാജസ്ഥാന് ജയിക്കണമെങ്കിൽ ഇവരുടെ ടോപ്പ് ഓർഡറിനെ, അതായത് ജോഫ്ര ആർച്ചർ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ചെയ്തതുപോലെ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടോപ്പ് ഓർഡറിനെ വീഴ്ത്തണം. കാരണം നമ്മുടെ രാജസ്ഥാനെ അപേക്ഷിച്ച് നോക്കിയാൽ ഫെയർലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് നമ്മുടെ ഗുജറാത്തിന്റെ മിഡിൽ ഓർഡർ എന്ന് പറയുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വാഷിംഗ്ടൺ നന്നായിട്ട് കളിച്ചു. പക്ഷേ ഈ 3 പേര് പോയി കഴിഞ്ഞാൽ ഗിൽ, സുദർശൻ, ബട്ട്ലർ, ഈ 3 പേരുടെ വിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ മിഡിൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജസ്ഥാന്റെ മിഡിൽ ഓർഡറിന് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ അല്ല ഇവർ. പക്ഷേ ഇവരുടേതായ ദിവസം ഇവർ പെർഫോം ചെയ്യും, അതിൽ നോ ഡൗട്ട്. എങ്കിലും അവരെ സമ്മർദ്ദത്തിലാക്കാൻ, ഗുജറാത്തിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇവർക്ക് കഴിയും. കാരണം ഇതുവരെ ഇവരുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മിഡിൽ ഓർഡർ എക്സ്പോസ്ഡ് ആയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലായാലും വാഷിംഗ്ടൺ ക്രീസിൽ വന്നപ്പോൾ ഗിൽ ഉണ്ടായിരുന്നു. അതായത് 3 പേരും ഒരുമിച്ച് ഔട്ടായിട്ടില്ല. ഈ 3 പേരുടെ വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മിഡിൽ ഓർഡർ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടോപ്പ് ഓർഡറിനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനി പിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പഞ്ചാബ് കിങ്സിനെതിരായ ആദ്യ മത്സരത്തിൽ നമ്മുടെ അഹമ്മദാബാദിൽ പിച്ച് ഒരു റെഡ് സോയിൽ പിച്ചായിരുന്നു. റെഡ് സോയിൽ പിച്ച് ബാറ്റർമാരെ തുണയ്ക്കുന്ന പിച്ചാണ്. ആ മത്സരത്തിൽ ഏകദേശം ഒരു 470ഓളം റൺസ് 40 ഓവറിൽ നിന്ന് പിറന്നു. ആ മത്സരത്തിന് ശേഷം ഗുജറാത്ത് ടൈറ്റൻസ് ആവശ്യപ്പെട്ടത് ഒരു ബ്ലാക്ക് സോയിൽ പിച്ചാണ്. കാരണം തങ്ങളുടെ ടീം കോമ്പിനേഷനെ കൂടുതൽ സ്യൂട്ട് ചെയ്യുന്നത് ബ്ലാക്ക് സോയിൽ പിച്ചാണെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന അടുത്ത മത്സരത്തിൽ ബ്ലാക്ക് സോയിൽ പിച്ച് കൊടുത്തു. അവരത് വിജയിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ഈ ഒരു മത്സരത്തിലും ബ്ലാക്ക് സോയിൽ പിച്ച് ആകാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ബ്ലാക്ക് സോയിൽ പിച്ച് വരുന്നത് കൊണ്ട് ഒരു ലോ സ്കോറിംഗ് അഫെയർ ആവും ഈ മാച്ച് എന്ന അർത്ഥമില്ല. കാരണം ഈ ബ്ലാക്ക് സോയിൽ പിച്ച് ആയാലും റൺസ് കണ്ടെത്താൻ കഴിയും. എന്നാൽ റെഡ് സോയിൽ പിച്ചിനെ അപേക്ഷിച്ച്
വേരിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ബോളേഴ്സിന് അതുപോലെ സ്പിൻ ബോളേഴ്സിനൊക്കെ കുറച്ച് ഹെൽപ്പ് ബ്ലാക്ക് സോയിൽ പിച്ചിൽ നിന്ന് കിട്ടും. ആ ഒരു ഹെൽപ്പ് തീർച്ചയായിട്ടും ബോളേഴ്സിന് പിച്ചിൽ നിന്ന് പ്രതീക്ഷിക്കാം. തങ്ങളുടെ സ്കിൽസ് അപ്ലൈ ചെയ്യുന്ന ബാറ്റേഴ്സിന് റൺസും കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലായിരിക്കും പിച്ച് ഉണ്ടാവുക. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12 വന്നാൽ ഇരു ടീമുകളിലും മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ടീം തന്നെ ആയിരിക്കും ഇരു ടീമുകൾക്കും ഉണ്ടാവുക. കാരണം രണ്ട് ടീമും ഒരു സീരീസ് ഓഫ് വിൻസ്, അതായത് ഒരു ഗുജറാത്തിന് നോക്കിക്കഴിഞ്ഞാൽ 3 വിജയങ്ങൾ, തുടർച്ചയായ 3 വിജയങ്ങൾ, രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായ 2 വിജയങ്ങൾ, അതിനുശേഷം വരുന്ന മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ അവർ ടിങ്കർ ചെയ്യാനായിട്ട് സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഗുജറാത്ത് ടൈറ്റൻസിന്റെ നിന്ന് ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിന്റെ ഇതിഹാസ താരമാണ്. കഴിഞ്ഞ 7 സീസണുകളിൽ നിന്നായിട്ട് 3000-ൽ കൂടുതൽ റൺസ് ബട്ട്ലർ RRന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. RRൽ നിന്ന് പോയ ശേഷം ആദ്യമായിട്ടാണ് ജോസ് ബട്ട്ലർ തന്റെ പഴയ ടീമിനെതിരെ ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജോസ് ബട്ട്ലർ ഈ മത്സരത്തിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ RRന്റെ നിരയിൽ നിന്നും ജോഫ്ര ആർച്ചർ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും എതിർ ബാറ്റിംഗിൽ ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ ജോഫ്ര ആർച്ചറിന് കഴിഞ്ഞു. ഇപ്പോൾ ഗുജറാത്തിന്റെ ഏറ്റവും സ്ട്രോങ് സ്പോട്ട് എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് 3 ആണ്. അങ്ങനെ ഇരിക്കെ രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ വിജയസാധ്യത വരുന്നത് ഈ ടോപ്പ് 3യെ ഒരു ചീപ്പായിട്ട് ഔട്ടാക്കിയാലാണ്. അപ്പോൾ ജോഫ്ര ആർച്ചറും ഇവരുടെ ഈ ടോപ്പ് 3 ആയിട്ടുള്ള ബാറ്റിലും ഞാൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ആ ഒരു കോൺടെസ്റ്റിന്റെ വിധി എന്ന് പറയുന്നത് മത്സരത്തിന്റെ ഫലത്തിൽ തന്നെ വളരെ നിർണായകമായേക്കാവുന്ന ഒന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് തുടർച്ചയായി 4ാം വിജയം സ്വന്തമാക്കുമോ, അതോ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായി 3ാം വിജയം സ്വന്തമാക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.